മേഖലയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒറീസയിലെ കാണ്ടമാൻ ഡിസ്ട്രിക്റ്റിലെ വർദ്ധമ എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ 1996 ഒരു ഹൈന്ദവ സ്ത്രീക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഈ സ്ഥലമാണ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം. അത് അവർ ഹിന്ദു സ്ത്രീയായിരുന്നു. അവർ ഇത് പ്രത്യക്ഷപ്പെട്ട മാതാവിനെ ദർശിച്ചതിന് ശേഷം അനേകരോട് പറയുകയും പിന്നീട് അവർ ക്രിസ്മസ് സ്വീകരിക്കുകയും ചെയ്തു. ഈ 30 വർഷത്തിനുള്ളിൽ ഇവിടെ അനേകം പേര് ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും അനേകം അനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാവുകയും ചെയ്തു. ഞങ്ങൾക്കിവിടെ വരുവാൻ സാധിച്ചു. ഇന്ന് വലിയ ദീപബലിയും പ്രാർത്ഥനകളും മാതാവിനുള്ള പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അനേകം പേര് ഇവിടുന്ന് ഈ പ്രദേശ കാണ്ടമാൻ ഡിസ്ട്രിക്റ്റിൽ നിന്ന് അനേകം പേര് ഇങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊക്കെ സമർപ്പിക്കാം. ഈ പരിസരത്തൊക്കെ ജനങ്ങൾ ഒരുപാട് കൂടി നിന്നിട്ടുണ്ട്. 30 വർഷം മുമ്പ് മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അതേ അലയോടികളും അതേ ആ കൃപകളും ഒക്കെ ഇപ്പോഴും മനുഷ്യന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അനേകം പേര് ഈ പാറവെ തിരികെത്തിച്ചും മുട്ടുമേൽ നിന്നുമൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് അകല സ്ഥലങ്ങളിലൊക്കെ ഇന്ന് ആൾക്കാരിവിടെ വരുന്നുണ്ട്. അവർക്കൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ നാമത്തിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങളെ ഏവരെയും ഞങ്ങൾ മാതാവിൻ്റെ നാമത്തിൽ പ്രത്യേകം സ്വാഗതം ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്ക് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം. ആദ്യകാലങ്ങളിൽ ഇത് പാരീഷ് ഏറ്റെടുത്ത് ഇടവക ഏറ്റെടുത്താണ് ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ അടുത്ത നാളിൽ അത് രൂപത ഏറ്റെടുക്കുകയും ഇവിടെ പ്രധാനപ്പെട്ട അച്ഛനെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. വൈകയുടെ അത് നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ രൂപത ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ ഇടവയെന്ന് വന്നിട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം കിട്ടിയവരെല്ലാം ചെന്ന് പല സ്ഥലങ്ങളിൽ പോയി പറയുകയും അനേകം പേരിങ്ങോട്ട് വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ അനേകം പേര് ഇവിടെ വരുന്നുണ്ട്. ഇന്ന് ഇതിൻ്റെ ഇടവക ഈ ദേശത്തിൻ്റെ തിരുനാളും കൂടിയാണ്. ഹോളി ഹോം മിനിസ്ട്രിയുടെ ടീമങ്ങൾ റുക്കുമ എന്ന് പറഞ്ഞ ഒരു ഇടവകയിൽ ഹോളി ഹോമിൻ്റെ മിഷൻ പ്രവർത്തനത്തിനായിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ അനേകം വീടുകളിൽ കയറി യേശുവിൻ്റെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹോളി ഹോം മിനിസ്ട്രിയിൽ ഏകദേശം 10ഓളം പേരുണ്ട്. ഞങ്ങൾ 10ഓളം പേര് വന്നിട്ടുണ്ട്. ഞങ്ങൾ അവിടെയുള്ള അനേകം വീടുകളിൽ അനേകം വീടുകളിൽ പോയി യേശുവിൻ്റെ സുവിശേഷം പറയുകയും അവരിലേക്ക് ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപാവരം അവർക്കുണ്ടാകുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ആ റുക്കുമ പാരീഷിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്ററോളം ദൂരെയാണ് ഈ സ്ഥലം. ഇവിടെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വരുന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനി ഒരാഴ്ചയും കൂടി ഇവിടെയുണ്ട് സുവിശേഷ പ്രഘോഷണത്തിനായിട്ട്. അപ്പോൾ അതിനിടയിലാണ് ഞങ്ങളിവിടെ വരുവാൻ സാധിച്ചതും ഈ പ്രധാനപ്പെട്ട മാതാ പ്രത്യക്ഷപ്പെട്ട സ്ഥലം സന്ദർശിക്കുവാനൊക്കെ ഞങ്ങൾക്ക് സാധിച്ചത്. ഹല്ലേലൂയ. ഓരോ മിഷനിലേക്കും ഓരോ മിഷൻ ഗ്രാമങ്ങളിലേക്കും ഇങ്ങനെ കടന്നു ചെല്ലുമ്പോൾ ഇതുപോലെയുള്ള മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളും ഈശോയുടെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ പല സ്ഥലങ്ങളിലുമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഈ ഒറീസയിൽ കടന്നു വന്നപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് കൂടി മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്തേക്ക് കൂടി കടന്നു വരാൻ കർത്താവ് ഞങ്ങൾക്ക് ഇട നൽകി. ഈശോയെ അറിയാത്ത അനേക സ്ഥലങ്ങളിൽ ഇതുപോലെ ഈശോയുടെ സുവിശേഷവുമായിട്ട് കടന്നു വരുവാൻ സാധിക്കാത്ത, നമുക്ക് പലപ്പോഴും
ആളുകൾ കുറവാണ്, വിളവധികം വേലക്കാരും ചുരുക്കമെന്ന ഈശോയുടെ ആ വചനം തന്നെ എടുത്തുകൊണ്ട് ഈ ദേശത്ത് ഇപ്പോൾ ഈശോയെ അറിയാത്ത അനേക ആളുകളുടെ ഇടയിലേക്ക് കർത്താവ് തന്നെ പ്രത്യക്ഷപ്പെടുകയും അതുപോലെ തൻ്റെ മഹത്വം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അവിടുന്ന് തന്നെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു അത്ഭുത സാക്ഷ്യമാണ് ഇന്നിപ്പോൾ ഈ ഒറീസയിലെ ഈ പറത്തമ്മ എന്നുള്ള ഈ സ്ഥലത്ത് നടന്നത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.